ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കോട്ടൺ സാരി വെച്ചിട്ട് ഒരു ഫിഷ് കട്ട് ലെഹങ്ക ഡ്രേപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പട്ട് സാരിയും ഓർഗാൻസ മെറ്റീരിയലും വെച്ചിട്ട് ഈ സാരി ഡ്രേപ്പിംഗ് സ്റ്റൈല് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് അതല്ലാതെ ബാക്കി ഏത് സാരിയുടെ മെറ്റീരിയൽ വെച്ചിട്ടും നമുക്ക് ഈ ഒരു സ്റ്റൈൽ ഡ്രേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ഡെയിലി വെയറിനാണെങ്കിലൊക്കെ കൂടെ ഈ ഒരു സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നോർമൽ സാരി ഡ്രേപ്പിംഗ് ടെക്നീക്സ് ഒക്കെ ചെയ്യുക. വലത്ത് സൈഡിൽ നിന്ന് ടക്കിൻ ചെയ്ത് നമ്മുടെ ബോഡിയുടെ ചുറ്റും ചുറ്റി എടുക്കുക. അത് കഴിഞ്ഞ് പല്ലുയുടെ ലെങ്ത്ത് മെഷർ ചെയ്തെടുക്കുക. പല്ലു അഴിച്ചിടണോ തുറന്നിടണോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാനിവിടെ ചെറിയ പ്ലീറ്റ്സാണ് എടുക്കുന്നത് പല്ലുവിന്. എനിക്ക് പല്ലു പ്ലീറ്റ് ചെയ്ത് ഇടാനാണ് ഇഷ്ടം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സാണ് എടുക്കുന്നത്. പല്ലു പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് പെട്ടെന്ന് തന്നെ ഒതുങ്ങി കിട്ടാൻ ഇങ്ങനെ ഒന്ന് പൊക്കിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ഥാനത്ത് വന്ന് കിടക്കും. ഈ അടുത്ത കാലത്താണ് ഞാനത് ഡിസ്കവർ ചെയ്തത്. ഇത്രയും കാലം ഞാൻ അങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പല്ലു നന്നായിട്ട് പ്ലീറ്റ് ചെയ്ത് സെക്യൂർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഫാബ്രിക് നന്നായിട്ട് നമ്മുടെ അരയ്ക്ക് ചുറ്റും ചുറ്റിയെടുത്തിട്ട് നമ്മൾ നോർമൽ താഴത്തെ പ്ലീറ്റ്സ് എടുക്കുന്ന എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ടൈറ്റൊക്കെ വലിച്ച് നിങ്ങൾ കൊണ്ടുവന്നിട്ട് താഴത്തെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ചെറിയ പ്ലീറ്റ്സ് എടുക്കാൻ നോക്കുക. ചെറിയ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്ലീറ്റ്സ് കിട്ടും. ഈ ഒരു സ്റ്റൈലിൽ ഒത്തിരി പ്ലീറ്റ്സ് കിട്ടുന്നതാണ് അതിന് കൂടുതൽ ഈ ഡ്രേപ്പിങ്ങിനെ ഭംഗിയാക്കുന്നത്. നമ്മൾ താഴത്തെ പ്ലീറ്റ്സ് വളരെ ചെറുതായിട്ടാണ് നോർമൽ എടുക്കുന്നതിനും ഒരു എന്താ പറയുക 1/4 ഭാഗം വലിപ്പമേ ഉള്ളൂ ഇപ്പം ഞാൻ എടുക്കുന്ന പ്ലീറ്റ്സിന്. അപ്പോൾ എനിക്ക് ഈ സാരിക്ക് ഒത്തിരി പ്ലീറ്റ്സ് കിട്ടും. അങ്ങനെ നല്ല ക്ഷമയോടെ സാരിയൊക്കെ പ്ലീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ പല്ലു ചെയ്ത പോലെ തന്നെ ഈ പ്ലീറ്റ്സും പിടിച്ചും ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ അതും അതിൻ്റെ സ്ഥാനത്ത് വന്ന് കിടക്കുന്നതാണ്. ഇതും ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പ്ലീറ്റിങ്ങിന് ടെക്നിക്ക് വരുന്നത്. നമ്മൾ എടുത്ത പ്ലീറ്റ്സ് നേരെ പകുതിയാക്കിയിട്ട് 2 കൈ കൊണ്ടും തുറന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ടക്കിൻ ചെയ്യുക. അതായത് പ്ലീറ്റ്സിനെ 2 ഭാഗത്തു നിന്നും തുറന്നിട്ട് ഒരു സൈഡിലുള്ളതിനെ വലത്തുനിന്ന് ഇടത്തേക്കും മറ്റതിനെ ഇടത്തുനിന്ന് വലത്തേക്കും കുത്തുക. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ സാരി കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പം ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് കാണുമ്പം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും അത് ആ ടെക്നീക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് സാരിയുടെ ഫ്രണ്ട് വശം ഒരു ലെഹങ്ക ഇട്ടതുപോലത്തെ ഒരു ഫിനിഷിംഗ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക്. നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഇതുപോലത്തെ സാരി സ്റ്റൈൽസ് പരീക്ഷിച്ച് നോക്കിയിട്ട് അത് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെയും അല്ലാതെയും ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക, കമൻസിൽ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രിപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.